കുരുന്നുകൾക്ക് വിഭവസമൃദ്ധമായ രുചിക്കൂട്ടൊരുക്കുമ്പോഴും ജോലിഭാരവും ദുരിത ജീവിതവും മറച്ചുവെക്കുകയാണ് സ്കൂൾ പാചക തൊഴിലാളികൾ. ജോലി സ്ഥിരതയും ശമ്പള വർധനവും അടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും ഇന്നും അവർ അധികൃതരുടെ അവഗണനയിൽ തുടരുകയാണ്. ഓരോ സ്കൂളിലും അധ്യാപകരോടുള്ളതിനേക്കാൾ സ്നേഹവും ഇഷ്ടവും കുട്ടികൾക്ക് ചിരിച്ച മുഖമായി എന്നും സ്നേഹത്തിന്റെ രുചിക്കൂട്ടുകൾ തയ്യാറാക്കി വിളമ്പി നൽകുന്ന പാചക തൊഴിലാളികളോടായിരിക്കും. പല കുട്ടികളുടെയും കുടുംബങ്ങളെ നേരിട്ടറിയാവുന്ന ഇവർ ആ കുരുന്നുകൾക്ക് സ്കൂളിലെത്തിയാൽ അന്നം വിളമ്പുന്ന അമ്മ തന്നെ. എന്നാൽ പതിറ്റാണ്ടുകളായി ഈ തൊഴിൽ ചെയ്യുമ്പോഴും ഇവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അതാണ് വാസ്തവം. മുമ്പ് കഞ്ഞിയും പയറും മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ചോറും കറിയുമടക്കം 5 കൂട്ടം വിഭവങ്ങൾ തയ്യാറാക്കണം. കിട്ടുന്നത് 600 രൂപ. അതും കൃത്യമായി കിട്ടില്ല. മറ്റൊരു ആനുകൂല്യവുമില്ല. സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ മാത്രം ശമ്പളം കിട്ടാത്ത സമയത്ത് കടം വാങ്ങിയും മറ്റുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാചക തൊഴിലാളികളായി ജോലിക്കെത്തുന്നവരിൽ ഏറെയും പ്രായമായവർ. വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്ന ഇവരുടെ ആവശ്യം ശമ്പള വർധനവും ജോലി സ്ഥിരതയുമാണ്. പാചക തൊഴിലാളിയായതിനാൽ മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ എത്ര ചെയ്തെന്ന് ഇവർക്കും അറിയില്ല. എങ്കിലും കുട്ടികളുടെ കാര്യമല്ലേ, പണിമുടക്കി സമരം ചെയ്യാൻ കഴിയില്ലല്ലോ എന്നതാണ് ഇവർ പറയുന്നത്. ഈ ആത്മാർത്ഥതയുള്ള മനസ്സ് ഇനിയും കാണാതെ പോകരുതെന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് പറയാനുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ.